വർഷകാലത്ത് നിറഞ്ഞു കവിയുകയും വേനലാകുമ്പോൾ പറ്റുകയും ചെയ്യുന്ന പമ്പാ നദി വർഷങ്ങളായിട്ട് കുടിവെള്ളക്ഷാമത്തിന് ബുദ്ധിമുട്ട് നമ്മുടെ റാന്നി മുതൽ അങ്ങ് കോഴഞ്ചേരി ഭാഗം വരെയുള്ള പമ്പാ നദിയുടെ ഇരുവശങ്ങളിലും ഇപ്പോൾ വേനൽക്കടുത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുകയാണ്. പ്രത്യേകിച്ച് അയിരൂർ പഞ്ചായത്തിൽ ശുദ്ധജലക്ഷാമത്തിന് എന്തൊക്കെയാണ് അത് നേരിടാനുള്ള നടപടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയിരൂർ പഞ്ചായത്തിൽ 100% വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് ഉള്ളത്. 2018 പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണ് അയിരൂർ കാഞ്ഞേറ്റുകര കുടിവെള്ള പദ്ധതി. ജലജീവൻ മിഷൻ വന്നതോടുകൂടി അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പത്തനംതിട്ട ജില്ലയിൽ 100% വീടുകളിലും ജലജീവൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി മുഴുവൻ വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ ജലമെത്തുന്ന ഏക പഞ്ചായത്താണ് അയിരൂർ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 2-3 മാസക്കാലം വരെയും നിലവിലെ അയിരൂർ കാഞ്ഞേറ്റുകര കുടിവെള്ള പദ്ധതി വളരെ ഭംഗിയായി പോവുകയായിരുന്നു. എന്നാൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞതോടുകൂടി കിണറ്റിലേക്ക് വെള്ളം പമ്പിങ് നടക്കുമ്പോൾ കൂടുതലും എക്കലും ചെളിയുമാണ് ഈ കിണറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പ്ലാസ്റ്റിക് അടക്കമുള്ള ആളുകൾ നദിയിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും കിണറ്റിൽ വന്നടിയുകയാണ്. അതിൻ്റെ ഭാഗമായി പമ്പിങ് തടസ്സപ്പെടുകയും ഏതാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ അയിരൂരിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കുടിവെള്ളം ഇന്ന് ആഴ്ചയിൽ ഒരിക്കലും 10-15 ദിവസം കൂടുമ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അയിരൂർ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് ഈ അടുത്ത 2-3 മാസക്കാലമായി അയിരൂരിൽ നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ തിരുവാഭരണം പോകുന്ന പാതയാണ്. എന്തൊക്കെയാണ് അവിടെ വേണ്ട മുൻകരുതലുകൾ ഈ ശുദ്ധജലക്ഷാമം ഉൾപ്പെടെയുള്ള? ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് നമ്മുടെ ഈ അയിരൂർ പുതിയാവ് ക്ഷേത്രത്തിൽ കൂടെ ഉള്ള വഴി. ഇവിടെയുള്ളവർക്കെല്ലാം ഏറ്റവും അത്യാവശ്യം വേണ്ടത് കുടിവെള്ളം തന്നെയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഈ കുടിവെള്ളം വീടുകളിൽ എത്താത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട റാന്നി MLA-യുമായിട്ട് അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനമൊക്കെ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ തിരുവനന്തപുരത്തു നിന്ന് അധികാരികൾ ഇവിടെ എത്തുകയും ഈ കഴിഞ്ഞ ദിവസം ഇവിടെ സൈറ്റിൽ വന്ന് കണ്ട് എങ്ങനെയെങ്കിലും ഇന്നിപ്പം ജനങ്ങൾ നേരിടുന്ന ഈ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ഉടനടി ഒരു പരിഹാരം കാണത്തക്ക വിധത്തിൽ ജോലിക്കാരെ നിയമിച്ച് ഇവിടെ അതിനുവേണ്ട പരിപാടികളും പണികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തുവായാലും തിരുവാഭരണം വരുന്ന ദിവസം ഈ നാട്ടിൽ എല്ലാവർക്കും ആവശ്യാനുസരണം ജലം കിട്ടത്തക്ക വിധത്തിൽ അവർ പ്രവർത്തനം നടത്തുമെന്നാണ് അവർ തന്നിരിക്കുന്ന അറിയിപ്പ്. എന്നിരുന്നാലും ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും ബഹുമാന്യ MLA-യോടും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം പഞ്ചായത്തിന്റെ അംഗങ്ങളും ചേരുന്നുണ്ട്. 2018 മഹാപ്രളയത്തിന് ശേഷം വീണ്ടും ഇങ്ങനെ ഈ ശുദ്ധജലക്ഷാമം അടിക്കടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ശാശ്വത പരിഹാരം കാണുന്നത് സാറേ? ഇവിടെ നദി ഇപ്പം വെള്ളം എടുക്കുന്ന സ്ഥലങ്ങൾക്ക് നമുക്കവിടെ നദിക്ക് ആഴം കൂട്ടുകയും അവിടെ നിലവിലെ ചെളിയും ചപ്പും പ്ലാസ്റ്റിക്കും ഒക്കെ അടിഞ്ഞുകൂടുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം. ഇവിടെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന കിണറിന് ചില പോരായ്മകളുണ്ട്. പക്ഷെ ഇനി ഒരു പുതിയ കിണർ കുഴിക്കുക എന്ന് പറയുന്നത് കോടികളുടെ എക്സ്പെൻസാണ്, അത്ര വേഗം നടക്കത്തില്ല. അപ്പം നിലവിൽ നമുക്കിപ്പം ഈ വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലത്ത് നദിയുടെ ആഴം കൂട്ടുകയും അവിടെ ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ്, തുണികൾ, അതുപോലെ ഈ മുളയുടെ കരിയിലകൾ ഇതെല്ലാം വന്ന് അടിഞ്ഞിട്ട് ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ പമ്പിങ് സമയത്ത് ഈ വേസ്റ്റാണ് ആദ്യം നമുക്ക് ഈ പ്രഷർ കൊണ്ട് ഏറ്റവും കൂടുതൽ വേസ്റ്റാണ് ഇതിനകത്തോട്ട് കയറി വരുന്നത്. ഈ കയറി വരുന്ന വേസ്റ്റ് മേലോട്ട് പമ്പ് ചെയ്യുമ്പം ഈ പൈപ്പിൽ കൂടെ തന്നെ വന്നിട്ട് മേളിൽ വന്നിട്ട് ഈ മുകളിലോട്ട് വെള്ളം പോകാതെ വേസ്റ്റ് വന്ന് അടിഞ്ഞ് ഇതൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഇപ്പം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നദിയിലെ വെള്ളം കുറഞ്ഞപ്പോഴത്തേക്ക് ഈ വേസ്റ്റ് നമ്മൾ വളരെ കൂടുതലായി പൈപ്പിൽ കൂടെ കയറി വരുന്നു. അപ്പം പലപ്പോഴും മോട്ടർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വെള്ളം മേപ്പോട്ട് പോകുന്നില്ല, പകരം ചള്ളയും ഈ വേസ്റ്റുമാണ് വരുന്നത്. അപ്പം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അതാണ്. ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ക്രമീകരണമാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. അതിനിപ്പം അടിയന്തരമായിട്ട് ഇവിടുത്തെ മുള വെട്ടിമാറ്റാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് അതിൻ്റെ മുളയുടെ ഉടമകൾ ആരാണെന്ന് വെച്ചാൽ അതിന് അടിയന്തര MLA നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ MLA സ്ഥലത്തെത്തി കൃത്യമായി ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ആദ്യം കൊടുത്ത നിവേദനം എന്ന് പറയുന്നത് അയിരൂരിൻ്റെ കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് നമ്മൾ MLA-യോട് സംസാരിച്ചപ്പോൾ തന്നെ MLA വളരെ നന്നായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പിന്നെ ചീഫ് എഞ്ചിനീയർ അറിയിക്കുകയും ചീഫ് എഞ്ചിനീയറും ഒരു ടീമും കൂടെ പത്തനംതിട്ട വാട്ടർ അതോറിറ്റിയുടെ എല്ലാ പ്രധാന ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു ടീം ഇന്നലെ MLA-യുടെ നേതൃത്വത്തിൽ അയിരൂർ പഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാളിൽ കൂടി ശാശ്വത പരിഹാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുശേഷം ഏറ്റവും വലിയ സന്തോഷം കൃത്യമായി സ്ഥലത്ത് വന്ന് അവിടെ ഗൗരവകരമായ ചർച്ചകളും
പരിഹാര നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ചുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും മിനിമം 4 ദിവസത്തിനുള്ളിൽ, ഞങ്ങൾ 3 ദിവസം സഹിക്കാം, 4 ദിവസത്തിനുള്ളിലെങ്കിലും എല്ലാ വാർഡുകളിലും 4 ദിവസം ഗ്യാപ്പിൽ വെള്ളം വരണം. 16 വാർഡിലും വെള്ളം വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഡെയിലി വെള്ളം വരണം എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 16 വാർഡ് കുറേയേറെ പ്രദേശങ്ങൾ വളരെ ഉയർന്ന പ്രദേശങ്ങളായതുകൊണ്ട് 4 ദിവസം 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 5 ദിവസത്തിനുള്ളിൽ എല്ലാ വാർഡുകളിലും വെള്ളം വരാനുള്ള ക്രമീകരണമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വലിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ MLA-യുടെയും പഞ്ചായത്തിൻ്റെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നു. പരിഹാരം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വാഴക്കുന്നം മറ്റേ ചെറുകൾ ഉൾപ്പെടെയുള്ള പ്രധാന നദി കടന്നു പോകുന്നിടത്തെല്ലാം ഇപ്പോൾ വാട്ടർ ടാങ്ക് നദിയിൽ നിന്നും തെളിഞ്ഞു കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കിന് നദി ഈ തീരങ്ങളിൽ വെള്ളത്തിന് ശുദ്ധക്ഷാമം ഇല്ല. പക്ഷെങ്കിൽ നദിയിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഈ കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ട്. ഇത് കാലാകാലങ്ങളിൽ ഇപ്പം നദിക്ക് ആഴം കൂട്ടുക, മറ്റുള്ള എന്തൊക്കെയാണ് സർക്കാരിലേക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന നിർദ്ദേശം? ഇതിപ്പം മുമ്പേ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ ഭരണസമിതിയിലെ ആൾക്കാർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് നദിയിലെ ആഴം കൂട്ടുന്നതിന് മെയിൻ അതിൻ്റെ അകത്ത് കാരണം ഇരിക്കുന്നത്. പിന്നെ അതിന് തുടർച്ചയായിട്ടും ഇങ്ങനെ പ്രിയപ്പെട്ട മെമ്പർമാർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ വേസ്റ്റും അതിൻ്റെ കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കാത്ത അതിന് സംബന്ധമായി കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രസിഡന്റും അതുപോലെ MLA ഉൾപ്പെടെ ഭരണസമിതിയുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഇടപെടുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വലിപ്പമുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നില്ല. വെള്ളം എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വാട്ടറിൻ്റെ പ്രഷർ കുറയുന്നത് കാരണമാണ് മിക്കയിടത്തും എത്താത്തത്. അതിനുള്ള കൃത്യമായ നടപടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ MLA ഉൾപ്പെടെ അതിനകത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ എഞ്ചിനീയർമാർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി പ്രസിഡന്റ്, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു ശുദ്ധജലത്തിന് വേണ്ടിയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇതിനൊരു ശാശ്വത പരിഹാരം ബന്ധപ്പെട്ടവരോട് എന്തൊക്കെയാണ് നിർദ്ദേശിക്കാനുള്ളത്? നമ്മൾ ഇന്നലെ കൂടിയ MLA-യും വാട്ടർ ബോർഡ് ചീഫ് എഞ്ചിനീയറും ഈ അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വ്യക്തമായ 2 നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന് ശാശ്വതമായ പരിഹാരവും മറ്റൊന്ന് അടിയന്തര പരിഹാരവും. ഇന്നലെ പ്രാധാന്യം കൊടുത്ത് അടിയന്തരമായി പെട്ടെന്ന് ഇപ്പോഴുണ്ടായി പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇന്നലെ ചർച്ചയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിലവിൽ കിണറ്റിൽ കിടക്കുന്ന മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമ്മളിപ്പോൾ മോട്ടോർ വഴി നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കിട്ടാത്ത മാലിന്യങ്ങൾ നാളെ പ്രത്യേകമായി മുങ്ങൽ വിദഗ്ധൻ വന്ന് കിണറ്റിലിറങ്ങി ബാക്കിയുള്ള പ്ലാസ്റ്റിക് മാലിന്യം കൂടെ നാളെ മാറ്റുന്നതോടുകൂടി ഇവിടുത്തെ വർക്ക് അവസാനിക്കും. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ തിരുവാഭരണ ഘോഷയാത്രയാണ് 2 ദിവസം. സ്വാഭാവികമായിട്ടും 12-ാം തീയതി വരെ ഈ പ്രദേശത്ത് നമ്മൾ കൂടുതലായി വെള്ളം കൊടുത്തേ മതിയാവും. ഘോഷയാത്രയിൽ വരുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ ജലസംവിധാനം വേണം. അതിനുശേഷം അടുത്ത 2 ദിവസത്തിനുള്ളിൽ 14-ാം തീയതി കൂടി അയിരൂരിലെ എല്ലാ ഭാഗങ്ങളിലും 2-3 ദിവസത്തിനുള്ളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ശാശ്വതമായ പരിഹാരമാണ്. നമ്മൾ 2 നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇവിടെ നിലവിലെ ഈ കിണറിരിക്കുന്ന സ്ഥലം എക്കലും ചെളിയും അടിഞ്ഞ പ്രദേശമാണ്. നമ്മുടെ അയിരൂരിൻ്റെ തീരത്ത് തന്നെ അയിരൂരിലെ പുറമ്പോക്ക് നമുക്ക് റവന്യൂ ഇറിഗേഷൻ പുറമ്പോക്ക് അടക്കം നമുക്ക് കിടപ്പുണ്ട്. നല്ല സ്ഥലം, നമ്മുടെ ഇത്രയും ചെളിയില്ലാത്ത നല്ല ഭാഗം കിടപ്പുണ്ട്. അവിടെ ഒരു പുതിയ കിണർ കുഴിച്ച് അത് അവിടെ പ്ലാങ്കമണിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ളത്. ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പുതിയ കിണർ കുഴിച്ച് അവിടുന്ന് പുതിയ സംവിധാനം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ അയിരൂർ കാനറ്റ് സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീമിൽ നീലംപ്ലാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മൾ വരുന്ന വഴി നീലംപ്ലാവ്. ആ നീലംപ്ലാവിൽ പഴയൊരു കിണറുണ്ട്. ആ കിണർ ആറിൻ്റെ മധ്യഭാഗത്താണ്. അവിടെ യഥേഷ്ടം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നീലംപ്ലാവിലെ ആ കിണർ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ആ കിണറ്റിൽ നിന്നും പുതിയ ലൈന് പ്ലാങ്കമണി പ്രവർത്തിക്കുന്ന ഈ സെൻറ്ററിലേക്ക് മാറ്റിയാൽ, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് മാറ്റിയാൽ ഈ സ്കീമിനെ 2 ആക്കിക്കൊണ്ട് എല്ലാ പ്രദേശങ്ങളും വെള്ളം എത്തിക്കാൻ കഴിയും. അതാണ് നമ്മൾ ശാശ്വതമായ പരിഹാരം കണ്ടിരിക്കുന്ന ഈ 2 കാര്യങ്ങൾ. ഒന്ന്, പുതിയ കിണർ കുഴിക്കുക, അല്ലെങ്കിൽ നീലംപ്ലാവിലിരിക്കുന്ന കിണറ്റിലേക്ക് പുതിയ ഇതുകൂടെ പൈപ്പ് ഇട്ടുകൊണ്ട് പ്ലാങ്കമണി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി യോജിപ്പിക്കാം. പ്രത്യേകിച്ച് നദീതീരങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുത് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അറിയിപ്പുണ്ടെങ്കിലും ജനങ്ങൾ അത് ജാഗരൂകരായി പാലിച്ച് നദികളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കരുതെന്നും, ഒപ്പം തന്നെ അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിലേക്കാണ് അയിരൂരിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റു പ്രതിനിധികളും ഒക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം എത്തണമെന്നാണ് ഭരണസമിതിയുടെ തീരുമാനം.
അയിരൂരിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.